ഇതൊരു നല്ല ഐഡിയ ആണല്ലോ സുദർശനേട്ടാ. തട്ടുകട നിക്കും ഇവിടെ കിടാങ്ങൾക്കുവേ ഇനി നല്ല ഹോംലി ഫുഡ് കഴിക്കാല്ല. അല്ല ഇതിപ്പോ എന്ന് തുടങ്ങാനാ പ്ലാന്? വച്ച് താമസിപ്പിക്കുന്നില്ല സാർ. നല്ലൊരു ദിവസം നോക്കി ഉടനെ തുടങ്ങണം. എന്തിട്ട് നല്ല ദിവസം സുദർശന ചേട്ടാ, എന്നും നല്ല ദിവസം തന്നെ. നാളെ തന്നെ ഐശ്വര്യായിട്ട് അങ്ങ് തുടങ്ങിക്കോ. പിന്നെ എനിക്കും ഇവിടെ കിടാങ്ങൊക്കെ ഭക്ഷണം തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ് എന്ത് ബുദ്ധിമുട്ട് സാർ, സന്തോഷമുള്ളൂ. ഇതാണ് നല്ല മനസ്സ്, ഇതാണ് തറവാടിത്തം. ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്കേ ദൈവം നല്ലത് തന്നെ വരുത്തും. സുദർശനായിട്ട് നോക്കിക്കോ, കച്ചവടം ഗംഭീരമായിട്ട് നടക്കും. നമ്മളെല്ലാം ചേർന്ന് ഇതങ്ങടെ പൊളിക്കൂട്ടാ. സാറിന്റെ നാവ് പൊന്നാവട്ടെ. ആട്ടെ, അതും സന്തോഷം. അല്ല സുദർശന ചേട്ടാ, നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ രണ്ടാളും തനിച്ചാ? നിങ്ങൾക്ക് കിടാങ്ങളൊന്നുമില്ലേ? ചായ. അല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് കിടാങ്ങളൊന്നുമില്ലേ? ഉണ്ട് സാറേ, ഞങ്ങൾക്കൊരു മകളുണ്ട്. ഓ, എന്നിട്ട് എവിടെ? മകള് പഠിക്കുക സാറേ, ബാംഗ്ലൂരിലാ. മോളെ പിരിഞ്ഞിരിക്കാൻ വല്ലാത്ത വിഷമാണെന്ന് തോന്നുന്നു. ചേട്ടന്റെ മുഖം മാറിയത് ഞാൻ മനസ്സിലാക്കിട്ടോ. ശരിയാ സാറേ, അവളെ ഇത്രയും ദിവസം പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാ. ചേട്ടൻ വിഷമിക്കണ്ട. മോള് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലേ നല്ലൊരു ചെറുക്കനെയും കെട്ടി നിങ്ങളെ രണ്ടാളെ പൊന്നുപോലെ നോക്കി അവരുടെ കിടാങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാലോ. ശരിയാ സാറേ. അട്ടെ, എന്തുട്ടാ മോളുടെ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, നല്ല ഐശ്വര്യമുള്ള പേരാ. സർ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. യെസ് റോസ്മേരി, എപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നോക്ക്, ഈ ബാഗിൽ എന്താണെന്നറിയോ? അറിയില്ല സർ. ലുക്ക് അറ്റ് ദിസ്. $100 കോടി. വാവ്, ഇത് സാറിന്റെ ക്യാഷ് പ്രൈസ് ആണോ? ഇതെപ്പോ കിട്ടി? ജസ്റ്റ് നൗ ഒരു ഗിഫ്റ്റ് ബോക്സിൽ വെച്ച് അവർ ഈ ബാഗ് ഇവിടെ എത്തിച്ചു. റോസ്മേരി പറഞ്ഞതുപോലെ സർപ്രൈസ് ആയിട്ട് വേണം നമുക്കിത് എല്ലാവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ആരോടും ഈ കാര്യം പറയാതെ ഒരു ആറ്റം ബോംബ് കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, സത്യം. ഇത് ബാക്കിയുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. ബട്ട് എങ്ങനെ? അതാ ഞാനും ആലോചിക്കുന്നത്. അതിനുള്ളൊരു പ്ലാനും കൂടി റോസ്മേരി പറഞ്ഞു തരണം. അല്ലെങ്കിൽ കോളം ആവും. അതിനു മുമ്പ് നമുക്ക് ഈ ക്യാഷ് ഒന്ന് എണ്ണി നോക്കണ്ടേ? റോസ്മേരി ഒരു കാര്യം ചെയ്യും, അക്കൗണ്ട്സിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കേ. നോ സർ, ക്യാഷ് ഒക്കെ എണ്ണി നോക്കാൻ നിന്നാ നമ്മുടെ സർപ്രൈസും പ്ലാനും ഒക്കെ പൊളിയും. ആണോ? ക്യാഷ് ഒക്കെ കൃത്യമായിട്ടുണ്ടാകും. സർ, ഈ ക്യാഷ് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. നാളെ രാവിലെ എല്ലാ സ്റ്റാഫും വരുമ്പോ രവി സാറിന്റെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈ ബാഗ് ഓപ്പൺ ചെയ്യിക്കാം. ഇനി ഒരു ദിവസം വെയിറ്റ് ചെയ്യണോ? സാരമില്ല, എല്ലാം റോസ്മേരിയുടെ പ്ലാനിൽ തന്നെ നടക്കട്ടെ. നാളെ എല്ലാവരും ഞെട്ടണം. എനിക്കത്രേ ഉള്ളൂ. ഷുവർ സർ, ഞാൻ പോയിട്ട് മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ റോസ്മേരി. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് മില്ലിനിയർ റിക്കു സർ. ശ്രീലക്ഷ്മി, എന്തുപറ്റി? ടയർഡായോ? ഒന്നുമില്ല സർ. ഇത്രയും യാത്ര ചെയ്തതല്ലേ, വിശക്കുന്നുണ്ടോ എനിക്ക്? സാരല്ല സർ, ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് കഴിക്കാം. എടോ, നമ്മള് വീട്ടിലെത്താൻ ഇനിയും ലേറ്റ് ആവും. എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് മതി ഇനി യാത്ര. അരുൺ, എവിടെയെങ്കിലും ഒരു കട കണ്ടോ നിർത്തണേ? ശരി സർ. $30. ചായ വേണമെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ. എത്രയായി? 30 രൂപ. ശരി, നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം.
വിശക്കുന്ന നാളെ വിഷമിപ്പിച്ചു വിടണ്ട. ലക്ഷ്മി കഴിച്ചു. കഴിക്കേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. രാവിലെ കാണാട്ടാ. ആയിക്കോട്ടെ. ആ ആ അടയ്ക്കാം. അതടച്ച് ആ പാത്രങ്ങൾ കൂടെ എടുത്തു വെക്കാം. അതെടുത്ത് വെക്കി. ശരിയെങ്കിൽ ഓക്കെ, ഞാൻ വിളിക്കാം. ഹായ്, ഇതാര്? രവിവർമ്മൻ സാറല്ലേ? അതെ. ഞാൻ ജോസേ. മുഴുവൻ പേര് ജോസ് വഴക്കണെന്നാ. ഇവിടെ എല്ലാരും ജോസേട്ടാന്ന് വിളിക്കും. ആ, അല്ല, ഇതാരാ? ഭാര്യയാണോ? ആ, എനിക്കങ്ങോട്ട് നിന്നെ മനസ്സിലായില്ല. ഹായ്, എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. എല്ലാ ആഴ്ചയിലും പത്രത്തിലെ ബിസിനസ് പേജില് സാറിന്റെ ആർട്ടിക്കിൾ ഞാൻ വായിക്കാറുണ്ടേ. എനിക്ക് ഈ ബിസിനസ്സിലൊക്കെ വലിയ താല്പര്യമാണേ. അങ്ങനെ കുറെ കാശും കയ്യിൽ നിന്ന് പോയി. മാഡത്തിനായിരുന്നല്ലേ ഡ്രൈവർ ആഹാരം വാങ്ങിയത്? ആ ആ അതെ. സാർ ഇവിടെ നിക്കട്ടാ, ഒരു ചായയും കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് കുടിച്ചിട്ട് പോയാ മതി കേട്ടാ. വേണമെന്നില്ല. വേണോന്നേ. സാർ നിക്ക്, ഞാനിപ്പ വരാം. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ബിസിനസ്മാൻമാരുടെ ലിസ്റ്റിലുള്ള കേരളത്തിലെ പ്രമുഖ വ്യവസായിയാണ് രവിചന്ദ്രവർമ്മൻ. ഇതാദ്യമായാണ് ടാക്സ് വെട്ടിച്ചു എന്ന ഇൻഫർമേഷൻ പ്രകാരം വർമ്മൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി ഒരു റെയ്ഡ് നേരിടേണ്ടി വരുന്നത്. രവിചന്ദ്രവർമ്മന്റെ ഓഫീസിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ യദുകൃഷ്ണൻ ഇപ്പോൾ ലൈനിലുണ്ട്. പറയൂ യദുകൃഷ്ണൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് തുടങ്ങിയ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കിടാമോ? ഹലോ നിഷ, ഞാനിപ്പോ ഉള്ളത് വർമ്മൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ ഹെഡ് ഓഫീസിലാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മിന്നൽ റെയ്ഡാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ടാക്സ് അടയ്ക്കാതെ സൂക്ഷിച്ചിരുന്ന ബ്ലാക്ക് മണിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ അമ്മ ഇത്? നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ റെയ്ഡ് കിടക്കാൻ മാത്രം, അതും ബ്ലാക്ക് മണിയുടെ പേരിൽ. ഹലോ സൂസൻ, ആ ഞാൻ കണ്ടോണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ഓ മൈ ഗോഡ്, ആകെ നാണക്കേടായല്ലോ. രേഖ, പേടിക്കാനൊന്നുമില്ല. വലിയ വലിയ കമ്പനികളിൽ ഇങ്ങനെയൊക്കെ റെയ്ഡ് ഉണ്ടാവുന്നത് സാധാരണയാണ്. പിന്നെ കണക്കിൽപ്പെടാത്ത 1 രൂപ പോലും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു ഇല്ലീഗൽ ബിസിനസ്സും നമ്മുടെ കമ്പനിയിൽ ചെയ്യുകയില്ല. റെയ്ഡിന് ശേഷം അവർ പൊയ്ക്കോളും. നമ്മുടെ അസറ്റിനുള്ള അക്കൗണ്ടിങ്ങും ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളും. ഇതാരോ ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്തതാകാനാണ് സാധ്യത. സർ, ക്യാബിനിലെ ചെക്കിംഗ് കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ക്ലിയർ. പേഴ്സണൽ ക്യാബിനുകൾ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയ്ഡ് പൂർത്തിയാക്കാം. സർ, റെയ്ഡ് പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓഫീസിലുള്ള മറ്റ് ക്യാബിൻ കൂടി സെർച്ച് ചെയ്യണം. വേറെ എവിടെയൊക്കെ ചെക്ക് ചെയ്യണം ഓഫീസർ? എവറിത്തിങ് ഈസ് ക്ലിയർ എന്നല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? ഇനി എന്താ വേണ്ടത്? സോറി മാഡം, ഓഫീസിൽ എല്ലായിടത്തും ചെക്ക് ചെയ്യാതെ റെയ്ഡ് പൂർത്തിയായി എന്ന റിപ്പോർട്ട് എഴുതാൻ എനിക്കാവില്ല. ഞങ്ങൾ ഇത്രയൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെയും ഞങ്ങളുടെ ബോസിന്റെയും ജെന്യൂനിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്ഷമ മുതൽ. ആഹാ, കൊള്ളാലോ. ഇത് രവി സാറിന്റെ ഫോട്ടോ അല്ലേ? ഇതാണ് ഇത്രയും നേരം നിങ്ങൾ തെരഞ്ഞത്?
എന്നോട് ചോദിച്ചിരുന്നെങ്കിലേ ഞാൻ എടുത്ത നല്ല പോസിലുള്ള കിടിലം ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു തരികയോ കൊണ്ടുതരികയോ ചെയ്യുമായിരുന്നല്ലോ. ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടണമായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, കൊണ്ടുപോയിക്കോ. ട്രേഡിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാം. രാജാറാം, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് എനിക്ക് വല്ലാത്ത നിർബന്ധമുണ്ട്. എന്റെ ആ നിർബന്ധം എന്റെ എല്ലാ സ്റ്റാഫിനും അറിയാവുന്നതുമാണ്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾക്ക് ഇവിടേക്ക് വന്ന് ഇതുപോലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരായിരുന്നത്. അങ്ങനെ ഞാൻ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ റെയ്ഡ് നടത്തുന്നു എന്നറിഞ്ഞപ്പോ എന്റെ ജീവിതത്തിലെ 2 പ്രധാന വ്യക്തികളെ അന്വേഷിച്ച് ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. നിങ്ങളുടെ ഡ്യൂട്ടിയെ നിയമത്തെ ഞാൻ മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ മൗനം പാലിക്കുന്നത്. ഹലോ സർ, ഉടൻ തന്നെ രവിവർമ്മ സാറിന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡ് അവസാനിപ്പിക്കണം. ബട്ട് വൈ സർ? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ ശത്രു കെട്ടിച്ചമച്ചതായിരുന്നു. യഥാർത്ഥ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ദ റെയ്ഡ് ആൻഡ് സേ സോറി ടു ഹിസ് ഫാമിലി. ഓക്കെ സർ. ഓക്കെ മിസ്റ്റർ വേണു. സാർ, എന്താ സാർ? ഹെഡ് ഓഫീസിൽ നിന്നാ റെയ്ഡ് നിർത്താനാ പറയുന്നത്. ഈ റെയ്ഡ് രവിചന്ദ്രവർമ്മനെതിരായുള്ള ഫേക്ക് ന്യൂസ് ആണെന്ന്, ഏതോ ശത്രുക്കളുടെ ട്രാപ്പ്. സർ, നമ്മൾ ഇത് അല്പം കടന്നുപോയല്ലോ. ഈ മുറിയുമായിട്ട് അദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ. അതെ, ബട്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനാവില്ലല്ലോ. ഓക്കെ, കം. സോറി മാഡം. സോറി സാർ. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഫേക്ക് ഇൻഫർമേഷൻ ആയിരുന്നു. റെയ്ഡ് നിർത്താൻ ഹെഡ് ഓഫീസിൽ നിന്നും ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. വി ആർ എക്സ്ട്രീംലി സോറി ടു ഡിസ്റ്റർബ് യു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഓക്കെ, കം ഓൺ. ചെല്ലു. സോറി സാർ. കാളെ പറ്റുന്ന കേട്ട് കയറെടുക്കരുത്. രവി, എന്താ മുനെ റെയ്ഡൊക്കെ? എന്തോ ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം? ചേട്ടായി, ഓഫീസിൽ ഓക്കെ അല്ലേ? വാട്ട് യു മീൻ ബൈ ഓക്കെ? എന്താ ഉണ്ടായത് രവി? ബ്രദറിലോ, എന്താ ഉണ്ടായത്? വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഇൻകം ടാക്സ് റെയ്ഡിന് പരിസമാപ്തി. വർമ്മൻ ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന റോസ്മേരി എന്ന പെൺകുട്ടിയാണ് കെട്ടിച്ചമച്ച ഈ ടാക്സ് സർട്ടിഫിക്കറ്റിന്റെ പിന്നിലെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൈ ഗോഡ്, റോസ്മേരി. അപ്പോ ലക്കി കൂപ്പൺ പ്രൈസ് എന്ന പേരിൽ എനിക്ക് തന്ന ക്യാഷിനാണോ ഈ റെയ്ഡ് വന്നത്? ദൈവമേ, ഞാനല്ലേ അവളെ അപ്പോയിന്റ് ചെയ്തത്. എല്ലാം ഇനി എന്റെ തലയിലാവുമല്ലോ. ഓഫീസിൽ കയറിക്കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെ സാധിച്ചു? മതിയായ രേഖകളില്ലാതെയാണോ ജോലി എടുക്കുന്നത്? എങ്കിലും വല്ലാത്ത ധൈര്യമായിപ്പോയി. അവളുടെ ധൈര്യമല്ലമ്മേ, നമ്മളുടെ ശ്രദ്ധക്കുറവാ. അതാ എല്ലാത്തിനും കാരണം. സരോജാമ്മയുടെ കടയിൽ നിന്ന് ഞാൻ ചായ കൊണ്ടുകൊടുത്ത ആളാരാണെന്നറിയോ? അത് സാറിന്റെ ഏതോ പരിചയക്കാരനാണെന്നല്ലേ പറഞ്ഞത്? ആ പരിചയക്കാരനാണ്, പക്ഷേ മൂപ്പർക്ക് എന്നെ പരിചയമില്ല. വെളിച്ചപ്പാടത് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞില്ലേ, അതുപോലെയാ. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻമാരിൽ ഒരാളാ കക്ഷി. അതെയോ? പക്ഷേ സരോജാമ്മയുടെ മുഴുവൻ ചായയും മൂപ്പർക്ക് കുടിക്കാൻ പറ്റിയില്ല. വിട്ടുപിടിച്ചൊരു പോക്കായിരുന്നേ. വലിയ തിരക്കുള്ള ആളല്ലേ. ആളെ കണ്ട് ഞാനങ്ങ് കിടുങ്ങി. അത്രയും വലിയൊരാള് ഇവിടെ വരാനും
എന്നോട് സംസാരിക്കാനും സരോജാമ്മയുടെ ചായ കൊടുക്കാനും ഒക്കെ പറ്റിയത് വലിയൊരു മഹാഭാഗ്യമല്ലേ? ഓ, കൂടെ മൂപ്പരുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഓ, എന്തു മുഖ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയാ. ആ കുട്ടിക്ക് വേണ്ടപ്പെട്ട ആരോ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അവരെ അന്വേഷിച്ച് വന്നതാത്രേ. എന്നാലും അതാരാണാവോ? വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാനും പറ്റിയില്ല. എന്താ സാറേ ആ വന്ന ആളിന്റെ പേര്? അത് ചേട്ടന് മനസ്സിലാകാൻ വഴിയില്ല. നമ്മള് തന്നെ ആളെ ടിവിയിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഓ, ആളൊരു നല്ല സ്റ്റൈലം കടിയാണെന്നേ. നല്ല മനസ്സുള്ള മനുഷ്യനാ. ആളിന്റെ പേരിൽ തന്നെ നല്ലൊരു പവറുണ്ട്. രവിചന്ദ്ര വർമ്മൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പേടിച്ച ആദ്യ ദിവസം തന്നെ എല്ലാം രവിയോട് പറയാന്ന് ഞാൻ പറഞ്ഞത്. അന്ന് മോളാ എന്നെ തടഞ്ഞത്. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും മോളെ? അതാ അമ്മ ഞാനും ആലോചിക്കുന്നത്. ഞാൻ താഴേക്ക് പോയി രവിയോട് നടന്നതെല്ലാം പറയാൻ പോവാ. അയ്യോ, അത് വേണ്ട അമ്മേ. അങ്ങനെ പറഞ്ഞ വീണ്ടും രേഖ മാഡം ഹേർട്ടാവും. മാത്രല്ല വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനേ അതുകൊണ്ട് ഉപകരിക്കൂ. വരുന്നു സാർ. സാന്ദ്രയെ വിളിച്ച് ഓഫീസിൽ നിന്ന് കുറച്ച് പണം എത്തിക്കാൻ പറയേണ്ടതായിരുന്നു. ഇനിയിപ്പൊ അതിനൊന്നും സമയമില്ല. നമ്മളിനി എന്ത് ചെയ്യും മോളെ? അമ്മേ, തൽക്കാലം ഞാനൊരു എംടി ബാഗുമായിട്ട് പോവാം. ക്യാഷ് അതിലുണ്ടെന്ന് രവി സാർ കരുതിക്കോളൂ. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യും? പൈസ ഇല്ലാത്ത കാര്യം രവി അറിയില്ലേ? അല്ലെങ്കിൽ സുദർശൻ ചോദിച്ച മോൾ എന്തു പറയും? അച്ഛനെ ഞാൻ എങ്ങനെയും പറഞ്ഞു മനസ്സിലാക്കാമേ. രവി സാറിന്റെ മുമ്പിലും രേഖ മാഡം കുറ്റക്കാരിയായി നിൽക്കാൻ പാടില്ല. ഞാനിപ്പോ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. രവി സാറിന്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു തെറ്റ് ചെയ്യാണെന്ന് കുറ്റബോധമുണ്ട്. പക്ഷെ ഇതല്ലാതെ വേറെ വഴിയില്ലമ്മേ. മോളെ, പക്ഷേ ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. ബാക്കി വരാനുള്ളത് പോലെ വരട്ടെ. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ കൊണ്ടുവച്ച ക്യാഷ് ഞാനാ എടുത്തത്. അതും അറിയാതെ ചെയ്തൊരു തെറ്റ്. അതൊരു മഹാ അപരാധമായിട്ട് കണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കും. ചേട്ടായി ഇതറിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനാ അമ്മയും ശ്രീലക്ഷ്മിയും ചേട്ടായി അറിയിക്കാൻ സമ്മതിക്കാത്തത്. 15 ലക്ഷം രൂപ ഞാൻ എടുത്ത് ചെലവാക്കി. അതും ഒരു കണക്കിലും പെടാത്തൊരു പൈസ. ആ കാരണത്താൽ എന്നെ കള്ളി എന്ന മുദ്ര കുത്താനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തുക ഞാൻ തിരിച്ചു തന്ന പോരെ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങി തിരിച്ചു കൊടുക്കും. കാശിന്റെ അല്ല പ്രശ്നം. കാശിനപ്പുറം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാ ചേട്ടായി എന്ന് തനിക്കറിയാലോ. നിനക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും മറ്റെന്ത് ആവശ്യത്തിനാണെങ്കിലും നിന്റെ ഇഷ്ടത്തിന് കാശ് നീ എഴുതിയെടുക്കുന്നതല്ലേ. ആരെങ്കിലും കണക്ക് ചോദിക്കാൻ വന്നിട്ടുണ്ടോ ഇവിടെ? പക്ഷെ ഇപ്പോ നീ ഇവിടെ ചെലവാക്കിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും വേർപ്പൊഴുക്കിയ പൈസയാണ്. അവരിത്രയും നാളും അന്തി ഉറങ്ങിയ വീട് വിറ്റിട്ട് കൊണ്ടുവന്ന പൈസ. അതിന് കേവലം നോട്ട് കെട്ടുകളുടെ വിലയല്ല, അതിനപ്പുറം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവരുടെ തട്ടുകട വണ്ടി പുറത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കരുതി വല്ല റിപ്പയറിങ്ങിനും കൊണ്ടുപോയതാണെന്ന്. പക്ഷെ അതല്ല, അവരതുമായിട്ട് ഇവിടത്തെ പൊറുതി മതിയാക്കി പോയതാ. ദേ, ഈ കത്ത് വായിച്ചപ്പോഴല്ലേ എനിക്കും മനസ്സിലായത്. സാറൊന്ന് വായിച്ചു നോക്കിയേ. മോളെ ശ്രീലക്ഷ്മി, മോൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്നെയും രവിസാറിനെയും ബുദ്ധിമുട്ടിക്കുന്നെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുന്നിൽ നേരെ വന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല മോളെ. അതുകൊണ്ട് ഞാനും അമ്മയും ഇവിടം വിട്ട് പോവുകയാണ്. ഇനിയും ഞങ്ങളെ തിരക്കി മോള് പുറകെ വരരുത്. ഇത് അച്ഛന്റെ ഒരു മത്സരമായോ നിർബന്ധമായോ മോള് കാണരുത്.
ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് രവി സാറിനെ നീ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ഞങ്ങളെ കണ്ടുപിടിക്കാൻ ഇപ്പൊ മോൾക്ക് നിസ്സാരമായി സാധിക്കുന്ന അച്ഛനറിയാം. പക്ഷെ മോൾ അതിന് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ച് അച്ഛനെ പരാജയപ്പെടുത്തരുത്. ഇത് അച്ഛന്റെ ഒരു അപേക്ഷയായി മോള് കാണണം എന്ന് വാത്സല്യത്തോടെ അച്ഛൻ. കരയരുത് ശ്രീലക്ഷ്മി. ഇനി അവർക്ക് വേണ്ടി താൻ കരയേണ്ട കാര്യമില്ല. ഈ കത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയും നമ്മൾ അവരെ തിരക്കി ഇറങ്ങരുത്. അത് തന്റെ അച്ഛന്റെ വാക്കിനെയും അഭിമാനത്തെയും ചോദ്യം ചെയ്തതിന് തുല്യമാണ്. Sandra was right. I apologize for ignoring your warnings. ഞാൻ വിചാരിച്ചതുപോലെ നിഷ്കളങ്കയായ ഒരു സാധാരണ നാടൻ പെൺകുട്ടിയല്ല ശ്രീലക്ഷ്മി. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് അവളുടെ കാഴ്ചപ്പാടും രീതികളും. ഓരോരുത്തരെ ഏത് ത്രാസിൽ അളക്കണമെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. ഓഫീസിൽ അവൾ എങ്ങനെയാണോ സാന്ദ്രയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത്, അതുപോലെ തന്നെ വീട്ടിൽ അവള് എന്റെ മേലും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചെമ്മീൻ ചാടിയ എവിടെ വരെയെന്നറിയാൻ ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷെ ഓരോ ചട്ടിയിൽ നിന്നും വഴുതി മാറി അവളുടെ അടുത്ത ചാട്ടം വർമ്മൻ ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ നടുക്കടലിലേക്ക്. വീട് കുളം തോണ്ടുന്ന പോലെ അവൾ ഈ ഓഫീസും കുളം തോണ്ടുമെന്ന് എനിക്കറിയാം. സാന്ദ്രയുടെയും കൂടി കഷ്ടപ്പാടാ ഈ വർമ്മൻ കമ്പനി. അവിടെ സാന്ദ്രയ്ക്ക് മേൽ വേറൊരുത്തി വന്ന് സാന്ദ്രയെ ഭരിക്കാന്ന് പറഞ്ഞ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? സാന്ദ്ര ഇരിക്കേണ്ട സ്ഥാനത്ത് അവളിപ്പോ ഞെളിഞ്ഞിരിക്കുന്നത്. ഓഫീസിലും ബ്രദർ ഇൻ ലോയുടെ മനസ്സിലും. അതുകൊണ്ട് ഓഫീസിലും വീട്ടിലും അവളുടെ എല്ലാ കളികളും ഉടനെ എനിക്ക് അവസാനിപ്പിച്ചു കൊടുക്കണം സാന്ദ്ര. അതിന് എനിക്ക് സാന്ദ്രയുടെ സഹായം വേണം. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഐ എം നോട്ട് ഗെറ്റിംഗ് യു മാൻ. ഐ വിൽ എക്സ്പ്ലെയിൻ. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ രണ്ടായി ചെയ്യുന്നത് ഇനി മുതൽ ഒന്നായി ഒരുമിച്ച് ചെയ്യണം. വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും അവളെ ഓടിക്കണം. അവളുടെ പഴയ അഴുക്ക് ചാലിലേക്ക് തന്നെ. ഐ എം സോറി മാം. ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ സച്ച് ടോക്ക്. സാന്ദ്ര പ്ലീസ് 1 മിനിറ്റ്. ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. എന്നെ സാന്ദ്ര ഇനിയും ഒരു ശത്രുവിനെ പോലെ കാണരുത്. സാന്ദ്രയ്ക്ക് ശ്രീലക്ഷ്മിയോടുള്ള വിരോധം എനിക്കറിയാം. സാന്ദ്ര അത് എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളതുവാ. ഇനിയും നമ്മൾ അകന്നു നിന്ന ഇപ്പൊ കയ്യെത്തും ദൂരത്തുള്ളത് പലതും നാളെ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തിലാവും. അമ്മയുടെ ഉറപ്പിന്മേല് എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ടമ്മേ. അച്ഛനമ്മയും വരും. പിന്നെ അവര് വരുമ്പോ നമുക്ക് അവരൊന്നും പറ്റിക്കണം കേട്ടോ മോളെ. എന്തിനാണോ അവരിതൊക്കെ ചെയ്തത് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവര് വരുമ്പോ തന്നെ വിറ്റിട്ട് പോയ നിങ്ങളുടെ വീടിന്റെ താക്കോല് മോള് തന്നെ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവരോട് അവിടെ തന്നെ താമസിക്കാനും പറയണം.